കേരളത്തിൽ ഉടനീളമുള്ള 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ തോതിൽ ഒരു അട്ടിമറി സാധ്യതയുള്ള സ്ഥലങ്ങൾ നിലവിൽ കേരളത്തിൽ ഒന്നിൽ കൂടുതലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് ത്രികോണ പോരാട്ടം വളരെ കടുത്ത രീതിയിൽ നടക്കുന്നതും അട്ടിമറി സാധ്യത കൂടുതലുമുള്ള സ്ഥലങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പാലക്കാട് സംഭവിക്കുന്ന അട്ടിമറി എന്താണ്, ആർക്ക് അനുകൂലമാവും ആർക്ക് പ്രതികൂലമാവും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് പാലക്കാട് എന്ന് പറയുന്നത്. ആ സീറ്റ് BJPയിലേക്ക് പോകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പല സർവേ റിസൾട്ടുകളും പുറത്തു വരുന്നു, പല രാഷ്ട്രീയ നിരീക്ഷണങ്ങളും പുറത്തു വരുന്നു, കണക്ക് കൂട്ടലുകളിലൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് കഴിഞ്ഞ് അന്തിമ ഘട്ടം എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത്, അതായത് ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനായിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമുള്ള ഈ സമയത്ത് പുറത്തു വന്ന സർവേ റിസൾട്ടുകൾ പ്രകാരം, വോട്ടർ സർവേ റിസൾട്ടുകൾ ഉൾപ്പെടെ പ്രകാരം, ദേശീയ തലത്തിൽ നിന്നുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പ്രകാരം പാലക്കാട് സംഭവിക്കുന്ന അട്ടിമറികൾ എന്താണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. പാലക്കാട് ഒരു കടുത്ത ത്രികോണ പോരാട്ടമാണ് നടന്നിരിക്കുന്നത് എന്നാണ് വ്യക്തമായി സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കാനായിട്ട് തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം UDF BJP തമ്മിലായിരിക്കും കടുത്ത പോരാട്ടം എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. അതിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കാം ഒരു വിജയം അവിടെ ആർക്കായാലും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് സർവേ റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു അട്ടിമറി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതും സർവേ റിസൾട്ട് വ്യക്തമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ആർക്ക് അനുകൂലമാണ് ആർക്ക് പ്രതികൂലമാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യങ്ങൾ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും, ദേശീയ തലത്തിലുള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും BJPക്ക് അനുകൂല ഘടകമായിട്ടാണ് സർവേ റിസൾട്ട് സൂചിപ്പിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് നിലവിൽ BJPക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. UDF തൊട്ടു പിന്നിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒന്നും തൊട്ടു പിന്നിൽ നിൽക്കുന്ന 3-ാം സ്ഥാനത്ത് തന്നെ LDF തുടരുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ UDF BJP തമ്മിലായിരിക്കും കടുത്ത പോരാട്ടം നടക്കുന്നത്. നേരിയ തോതിലുള്ള ഒരു വ്യത്യാസത്തിൽ മാത്രം അവിടെ BJP മുന്നിൽ, ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ഒരു കണക്കാണ് പുറത്തു വരുന്നത്. അവിടെ തൊട്ടു പിന്നിൽ അവിടെ UDF രമേശ് പിഷാരടിയാണ് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അവിടെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF വളരെയേറെ പിന്നിൽ പോകുമെന്നാണ് ഈ പറയുന്ന സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു ഇടിവ് LDFന് അവിടെ ഉണ്ടാകുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ഈ പറയുന്ന തോതിൽ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ ആ വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വോട്ട് കുറയാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത ആ ഒരു മുൻതൂക്കം എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിട്ടാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതേസമയം BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഉയരുമെന്നാണ്, മാക്സിമം ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ശോഭയ്ക്കൊരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നു. നേരിയ ഒരു മുൻതൂക്കമാണ് സർവേ റിസൾട്ട് പ്രകാരം കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അത് ആർക്ക് വേണമെങ്കിലും അനുകൂല ഘടകമാവും പ്രതികൂല ഘടകമാവും. പക്ഷേ നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിൽ കൊടുത്തിരിക്കുന്നത് ശോഭയ്ക്ക് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. വിജയസാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കും ശോഭയ്ക്ക് ഒരു പടി മുന്നിൽ, അതായത് നേരിയ തോതിലുള്ളൊരു വ്യത്യാസത്തിൽ ശോഭ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 2-ാം സ്ഥാനത്ത് തൊട്ടു പിന്നിലായിട്ട് തന്നെ അവിടെ UDF സ്ഥാനാർത്ഥി നിൽക്കുന്നു. 3-ാം സ്ഥാനത്ത് LDF തന്നെയാണ്. പക്ഷേ UDF BJPയെക്കാട്ടിലും നല്ല രീതിക്ക് വോട്ട് ശതമാനം കുറവ് സംഭവിക്കുമെന്നാണ് LDFിൻ്റെ കണക്കനുസരിച്ച് ഈ പറയുന്ന തോതിൽ സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ LDF വോട്ടുകൾ ആർക്ക് പോകും, അത് BJPയിലേക്ക് എത്തിയിട്ടുണ്ടോ, അതല്ല UDFിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴത്തേക്കും എന്തട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്, അത് ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും, ജനങ്ങൾ ഏത് തരത്തിലാണ് വിധി എഴുതിയിരിക്കുന്നത്, ആ വിധിയിൽ ആർക്കായിരിക്കും അവിടെ ഒരു വിജയ സാധ്യത കൂടുതലുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഒരു പ്രവചനാതീതമായിട്ട് അവിടെ കാര്യങ്ങൾ മാറുമെന്നും
അതിൽ ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭയ്ക്ക് തന്നെയാണ് എന്നുള്ളതുമാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രന് അവിടെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന തരത്തിലോട്ട് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതും നേരിയ തോതിലുള്ളൊരു വ്യത്യാസം മാത്രമാണ്, എന്തും സംഭവിക്കാം. അവിടെ രണ്ടാം സ്ഥാനത്ത് നിലവിൽ UDF തന്നെയാണ് എന്നുള്ളതും എടുത്തു കാണിക്കുന്നു സർവേ റിസൾട്ട് പ്രകാരം. മൂന്നാം സ്ഥാനത്ത് LDF ആണെന്നുമാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കാത്തിരുന്ന് കാണാം. സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറിമറിയുമോ? പാലക്കാട് ഒരു അട്ടിമറി വിജയം നേടാനായിട്ട് അവിടെ BJPക്ക് സാധിക്കുമോ? അതല്ല അവിടെ വീണ്ടും തുടർഭരണം നടത്താനായിട്ട് അവിടെ UDFന് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ? LDF വീണ്ടും മൂന്നാം സ്ഥാനത്ത് നിൽക്കുമോ? അതല്ല ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനായിട്ട് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് അവിടെ LDFന് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.